ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറച്ച് നാൾ മുമ്പ് വാങ്ങിയ നമ്മുടെ റെഡ് ടൈൽ ജെയിൻറ്റ് ഗോരാമിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. നമ്മൾ ചെറിയ സൈസ് രണ്ടെണ്ണത്തിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഏകദേശം ഒരു 2 ഇഞ്ച് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവരെ വാങ്ങിയിട്ട് ഏകദേശം ഒരു 3 ആഴ്ചയൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന 2 ടബ്ബുകളിലാണ് ഇവർ കിടക്കുന്നത്. മുമ്പ് നമ്മൾ ഇവരുടെ അപ്ഡേറ്റ് വീഡിയോ ചെയ്ത സമയത്ത് ഈ ടബ്ബ് ഫുള്ളായിട്ട് ഈ ചെടികൾ നിറഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല വീഡിയോകളിലായിട്ട് നമ്മൾ പതുക്കെ പതുക്കെ ഈ ചെടികൾ മാറ്റും എന്നുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, ഇതിനകത്ത് നിന്ന് ഞാൻ കുറേയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. തുടക്കത്തിൽ നമ്മൾ ഇട്ട് കൊടുത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെറുതായതുകൊണ്ടും അതുപോലെ തന്നെ അത്യാവശ്യം ലൈറ്റൊക്കെ ഇതിനകത്ത് വരുന്നത് കൊണ്ട് അവർക്ക് സ്ട്രെസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് നമ്മളിത് എടുത്ത് മാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആൽഗെ ഫോം ചെയ്ത് വെള്ളം കുറച്ച് ഗ്രീനിഷ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തീരെ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ലൈറ്റ് ഡയറക്റ്റ് അങ്ങനെ ബോട്ടത്തിലേക്കൊന്നും അടിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെടികൾ എടുത്ത് മാറ്റുന്നത്. ചെടികൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ സൺലൈറ്റ് കടക്കാതെ ആൽഗെ ഒന്നും ഫോം ചെയ്യില്ല. ഇപ്പോൾ ഈ കാണുന്ന ടബ്ബ് കണ്ടില്ലേ, ഇതിനകത്ത് കുറച്ച് ഒരു ആൽഗയൊക്കെ ഫോം ചെയ്ത് കുറച്ചൊരു ലൈറ്റ് അധികം റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. എന്നാൽ മറ്റേ ടബ്ബിലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആൽഗെ സൈഡിലൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് അത്യാവശ്യം ലൈറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ 2 ഗൗരാമികളും ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഈ ടബ്ബിൽ കിടക്കുന്ന ഗൗരാമി ഇത്തിരി ബ്ലാക്ക് ആണ്, അത്യാവശ്യം നല്ല രീതിയിൽ ഡാർക്ക് കളറാണ്. എന്നാൽ രണ്ടാമത്തെ ഈ ടബ്ബിൽ കിടക്കുന്നതിൻ്റെ കളർ കുറച്ച് ഗ്രേ കളറാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ലൈറ്റ് ഡയറക്റ്റ് അടിക്കുക അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഉള്ള ഒരു ആംബിയൻസിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ബോഡിയുടെ കളർ ഏകദേശം ആ ഒരു കളറിനോട് മാച്ച് ആവുന്ന രീതിയിൽ വരും. ഈ ഒരു ഇഷ്യൂ ഞാൻ മുമ്പ് നമ്മുടെ ബ്ലാക്ക് ജെയിൻറ്റ് ഗോരാമി, നമ്മുടെ കാർ പോർച്ചിൽ കിടക്കുന്ന ബ്ലാക്ക് ജെയിൻറ്റ് ഗോരാമിക്ക് ഈ ഒരു സംഭവം ഞാൻ ലൈവായിട്ട് ഒരിക്കൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെ ടാങ്കിൽ നിന്ന് പിടിച്ച് ഒരു ട്രാൻസ്പാരൻറ്റ് കണ്ടെയ്നർ ഇട്ടപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ശരീരം ഇങ്ങനെ ഫെയ്ഡായ പോലെയായി. അവരുടെ ആ ഒരു ഒറിജിനൽ കളർ കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് തിരിച്ചു വരും. പഴയ ആംബിയൻസിലേക്ക് പോകുമ്പോൾ ആ പഴയ രീതിയിലേക്ക് തന്നെ തിരിച്ചു വരും. ഇവർക്കിപ്പോൾ സ്ട്രെസ്സ് കാര്യങ്ങളൊന്നുമില്ല, അത് മൊത്തമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ലൈവായിട്ട് ഫുഡ് കൊടുക്കുമ്പോൾ ഈ കാണുന്ന ടബ്ബിലെ ജെയിൻറ്റ് ഗോരാമി കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്ന് എടുക്കുന്നത്. ലൈവായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ കഴിക്കില്ല. എന്നാൽ രണ്ടാമത്തെ ടബ്ബിൽ കിടക്കുന്നത് നമ്മൾ ലൈവായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് വന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാം കുറച്ച് പെല്ലറ്റ് മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്, ചെറിയ സൈസ്. അപ്പോൾ ഞാൻ ഇന്ന് ഓൾറെഡി ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ കുറച്ച് അധികം പെല്ലറ്റ് ഇട്ട് കൊടുക്കാറുണ്ട്. അതായത് നമ്മളിപ്പോൾ ഇന്ന് ഫീഡ് ചെയ്താൽ നാളെ നമ്മൾ ഫീഡ് ചെയ്യാറില്ല. അപ്പോൾ ആവശ്യത്തിന് അവർ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് അവർ കുറച്ച് കഴിഞ്ഞൊക്കെ വന്ന് കഴിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ ഫുഡ് കൊടുക്കുന്നില്ല, നാളത്തെ സമയം കൊണ്ട് തന്നെ അവർ ഫുള്ളായിട്ട് അത് കഴിച്ച് തീർക്കാറുണ്ട്. വേസ്റ്റ് ആക്കിയൊന്നും കളയാറില്ല. തുടക്കത്തിൽ കുറച്ച് പെല്ലറ്റൊക്കെ നമ്മൾ താഴെ കിടക്കുന്നത് കാണാറുണ്ടായിരുന്നു. അതായത് കുറച്ച് കഴിച്ചിട്ട് പിന്നെ ബാക്കി 1-2 പെല്ലറ്റൊക്കെ താഴെ കിടക്കുന്നത് കാണാറുണ്ടായിരുന്നു. പിന്നെ അവർ നല്ല രീതിയിൽ അഡാപ്റ്റ് ആയി വരാൻ തുടങ്ങിയപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഫുള്ളായിട്ട് അവർ കഴിച്ച് തീർക്കുന്നുണ്ട്. ഞാനത് കൃത്യമായിട്ട് തന്നെ വന്ന് പിറ്റേ ദിവസം ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്. പിന്നെ ഇവരുടെ ടബ്ബുകളിൽ നമ്മൾ അഡീഷണൽ ആയിട്ട്, അതായത് മറ്റ് ജെയിൻറ്റ് ഗോരാമികൾക്കും നമ്മളത് ചെയ്യുന്നില്ല, ഇവർക്ക് നമ്മളത് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് 2 ദിവസം കൂടുമ്പോൾ ഈ ഒരു ടബ്ബിൻ്റെ അടിഭാഗത്ത് അഴുക്ക് മൊത്തം നമ്മൾ വലിച്ച് കളയുന്നുണ്ട്. അതായത് ഏകദേശം ഒരു 20% എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് നമ്മൾ ആ വെള്ളം ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഒരു കാരണവശാലും വേസ്റ്റ് അടിയിൽ അടിഞ്ഞുകൂടി ഇവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ, ഫംഗസ് പോലത്തെ അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് ഞാൻ അടിഭാഗത്ത് കൃത്യമായിട്ട് തന്നെ ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്, എന്തെങ്കിലും പെല്ലറ്റ് ഇവർ കഴിക്കാതെ ബാക്കി കിടക്കുന്നുണ്ടോ എന്നുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തുടക്കത്തിൽ 1-2 പെല്ലറ്റൊക്കെ കണ്ടിരുന്നു. ഇപ്പോൾ അവർ നല്ല രീതിയിൽ തന്നെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഫുഡ്. അതുകൊണ്ട് ഒന്നും വേസ്റ്റായിട്ട് നമ്മൾ കാണുന്നില്ല. ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് മാത്രമാണ് അടിഭാഗത്ത് കൂടുതലും കാണുന്നത്. അത് നമ്മൾ സൈഫൺ ഉപയോഗിച്ചിട്ട് വലിച്ച് കളഞ്ഞ് ക്ലീൻ ചെയ്യാണ് ചെയ്യാറുള്ളത് ഓരോ 2 ദിവസം കൂടുമ്പോഴും. അപ്പോൾ ഈ കാണുന്ന ടബ്ബിലെ റെഡ് ടൈൽ ജെയിൻറ്റ് ഗോരാമിയാണ് താഴ്ത്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പരമാവധി പറ്റാവുന്ന രീതിയിൽ കാണിക്കാനായിട്ട് ശ്രമിക്കാം. ഫുഡ് ഇവർ അത്യാവശ്യം കഴിക്കുന്നതുകൊണ്ട് തന്നെ സൈസിൽ ചെറിയ വ്യത്യാസമൊക്കെ കാണാനുണ്ട്. പിന്നെ ഞാൻ മുമ്പ് പറയാറുള്ളത് പോലെ ഇവരുടെ സ്ട്രെസ്സ് ഫുള്ളായിട്ട് മാറാതെയാണ് നിൽക്കുന്നതെങ്കിൽ ഇവർ ഗ്രോത്ത് വയ്ക്കുന്നത് വളരെ സ്ലോ ആയിരിക്കും. ഇവരുടെ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് മാറി നമ്മളുമായിട്ട് അഡാപ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ ഗ്രോത്ത് കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നടക്കും. അപ്പോൾ ഇവരെ കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഫുഡ് എടുപ്പിക്കുക എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സ്ട്രെസ് എല്ലാം മാറിയാലാണ് ഇവർ ഫുഡ് കഴിച്ചു തുടങ്ങുക. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ട്രെസ് കാര്യങ്ങളെല്ലാം മാറ്റിയെടുക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ആംബിയൻസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് പെട്ടെന്ന് ഫുഡ് കഴിച്ച് തുടങ്ങാനായിട്ടുള്ള സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. ഫുഡ് എത്രയും പെട്ടെന്ന് കഴിച്ചു തുടങ്ങുന്നു അത്രയും പെട്ടെന്ന് ഇവരുടെ ഗ്രോത്തും കാര്യങ്ങളെല്ലാം ഫാസ്റ്റായിട്ട് നടക്കും. ഇനി ചെടികൾ മുകളിൽ കിടക്കുന്നതുകൊണ്ടുള്ള വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെല്ലറ്റൊക്കെ കൊടുക്കുമ്പോൾ കുറേ പെല്ലറ്റൊക്കെ ഇതിൻ്റെ ഇടയിൽ പോയി ട്രാപ്പായി കിടക്കുന്നുണ്ട്. അത് പിറ്റേ ദിവസം വന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ചെടിയുടെ മുകളിൽ തട്ടുമ്പോൾ താഴേക്ക് പോകുന്ന കാണാം. അതേസമയം നമ്മുടെ മറ്റ് ടബുകളിലൊക്കെ ഉള്ളതുപോലെ പ്ലെയിൻ വാട്ടർ, അതായത് ആൽഗെ വാട്ടറായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നമുക്ക് മുകളിൽ തന്നെ കാണാനായിട്ട് പറ്റും. നമുക്കും അത് മുകളിൽ കിടക്കുന്നത് ക്ലിയർ ആയിട്ട് കാണാം, മീനുകൾക്കും നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് കാണാം എന്നുള്ളതാണ്. ഇതിപ്പോൾ മീനുകൾക്കും കാണാൻ പറ്റില്ല, ചില സമയത്ത് നമുക്കും കാണാൻ പറ്റില്ല. അതായത് ഈ പെല്ലറ്റ് ഈ ചെടികളുടെ ഇടയിൽ പോയിട്ട് ട്രാപ്പായി കിടക്കുന്ന സമയത്ത്. അതുകൊണ്ട് പ്ലെയിൻ വാട്ടറാണ് എപ്പോഴും നല്ലത്. അതായത് ചെടികളൊന്നും ഫ്ലോട്ട് ചെയ്ത് കിടക്കാതെ പ്ലെയിൻ വാട്ടർ, അതായത് ആൽഗി അടിച്ച് കിടക്കുന്ന പ്ലെയിൻ വാട്ടറാണ് എപ്പോഴും നല്ലത്. മീനുകൾ കംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് പെല്ലറ്റ് ഇട്ട് കൊടുക്കുന്നത് ക്ലിയർ ആയിട്ട് കാണാം, മീനുകൾക്കും കാണാം. സ്ട്രെസ്സ് കാര്യങ്ങളെല്ലാം മാറി നിൽക്കുന്ന മീനുകളാണെന്നുണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് വന്ന് ഫുഡ് എടുത്തോളും. ഇപ്പോൾ ഈ കാണുന്ന ഗൗരാമിയില്ലേ, ഇത് എപ്പോഴും നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് വന്ന് കഴിക്കുന്നുണ്ട്. മറ്റേ ടബിലെ ഗൗരാമിയാണ് കുറച്ച് സ്ലോ ആയിട്ട് വന്ന് കഴിക്കുന്നത്. ഇപ്പോൾ ഇവർ രണ്ടുപേരും അത്യാവശ്യം നമ്മളുമായിട്ട് അഡാപ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 2 ദിവസം കൂടുമ്പോൾ ഈ അടിഭാഗത്തെ വേസ്റ്റ് വലിച്ച് കളയുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ കൈയും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇടുന്നുണ്ട്, ഹോസും കാര്യങ്ങളെല്ലാം. അപ്പോൾ അവർക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളായിട്ട് സെറ്റായിട്ടുണ്ട്.
അപ്പോൾ അടുത്ത കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് തന്നെ ഈ പ്ലാന്റ്സ് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് ഇവർ ആ ഒരു സെറ്റപ്പുമായിട്ട് ഫുള്ളായിട്ട് അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് വാട്ടർ ചേഞ്ച് കൊടുക്കുക, അടിഭാഗം ക്ലീൻ ചെയ്യുക, അത്രയും മാത്രം ചെയ്താൽ മതി. ആൽഗെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൽഗെ ഫോം ചെയ്ത് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ സൈഡിലൊക്കെ. ഇതിനകത്ത് ആൽഗെ വാട്ടർ ആയിരുന്നു മുമ്പ്. പിന്നെ നമ്മൾ ഈ ചെടിയൊക്കെ കൊണ്ടുവന്ന് ഇട്ടപ്പോഴാണ് ആ ഒരു ഗ്രീൻ കളർ ആവുന്നത് സ്ലോ ആയത്. ഈ ഒരു ഗൗരാമിയുടെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ കളർ കുറച്ച് ഒരു ലൈറ്റ് കളറാണ്, ഒരു ആഷ് കളറാണ്. അതേസമയം മറ്റേ ഗൗരാമിയുടെ കളർ കുറച്ച് ഡാർക്കാണ്. കാരണം അത് ആ ഡാർക്ക് ആംബിയൻസിൽ നിൽക്കുന്നതുകൊണ്ടാണ്. ഇവിടെ കുറച്ച് ലൈറ്റ് കൂടുതൽ അടിക്കുന്നുണ്ട്, അതിനനുസരിച്ച് അതിൻ്റെ കളർ കുറച്ച് ഫെയ്ഡായ പോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് മീനുകളുടെ സ്ട്രെസ്സൊക്കെ മാറ്റിക്കൊണ്ട് വരാം. കുറച്ച് ദിവസം മുമ്പ് നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് പുതിയൊരു ചെറിയ സൈസ് ജയൻറ്റ് ഗൗരാമീനെ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് സൈഡ് ചെരിഞ്ഞ് കിടക്കാനായിട്ട് തുടങ്ങി, ഫുഡൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഇത് തന്നെയാണ് സംഭവം, സ്ട്രെസ്സാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രെസ് ഒഴിവാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് മുമ്പ് പല വീഡിയോകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡെമോ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ ഈ ഒരു ജയൻറ്റ് ഗൗരാമീനെ വാങ്ങിയതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത്. ഇപ്പോൾ ഇന്ന് ചെയ്തതും അതുപോലത്തെ ഒരു അപ്ഡേറ്റ് വീഡിയോ തന്നെയാണ്. തൊട്ടടുത്ത ടബുകളിൽ 2 പിങ്ക് കിടക്കുന്നുണ്ട്, അതിനെയും നമ്മൾ ഇതുപോലെ തന്നെയാണ് അഡാപ്റ്റ് ചെയ്യിച്ച് കൊണ്ടുവന്നത്. ഇത് പിന്നെ റെഡ് ടൈൽ ജയൻറ്റ് ഗൗരാമി ആയതുകൊണ്ടും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള വെറൈറ്റി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് എക്സ്ട്രാ കെയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിൽ ഇവർക്ക് ഈ ചെറിയ സൈസ് പെല്ലറ്റ് തന്നെ കൊടുത്താൽ മതി. കണ്ടില്ലേ, ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ആ ചെറിയ സൈസ് നമ്മൾ ബീറ്റാ ഫിഷിനൊക്കെ കൊടുക്കുന്നത് അത് തന്നെ കൊടുത്താൽ മതി. നല്ല രീതിയിൽ ഇവർ കഴിക്കുന്നുണ്ട്. അതല്ലാതെ വേറെ എക്സ്ട്രാ ഡയറ്റ് ഒന്നും നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.